IPL-ന്റെ 18ാം സീസൺ അവസാനിരിക്കാനിരിക്കെ അടുത്ത സീസണിലേക്കുള്ള ലൈനപ്പിനെ കുറിച്ച് പല ഫ്രാഞ്ചൈസികളും ഗൗരവമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. മിനി താരലേലത്തിലും അതിനു മുമ്പുള്ള ട്രേഡ് വിൻഡോയിലും മികച്ച കളിക്കാരെ നോട്ടമിടുക എന്നാണ് ഫ്രാഞ്ചൈസികളുടെ ലക്ഷ്യം. ട്രേഡ് വിൻഡോകളിൽ വമ്പൻ കൂടുമാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ ഈ ട്രേഡ് വിൻഡോയിൽ തട്ടകം മാറുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഈ സീസണിലെ അവസാന സ്ഥാനത്തേക്ക് വീണ 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കാകും സഞ്ജു ചേക്കേറിയേക്ക് എന്ന സൂചനകളുണ്ട്. രാജസ്ഥാൻ റോയൽസിൽ നിന്നും സഞ്ജു സാംസണെ 23 കോടി രൂപ വരെ മുടക്കാൻ തയ്യാറാണെന്നാണ് ഈ കഴിഞ്ഞ ദിവസം പലരും റിപ്പോർട്ട് ചെയ്തത്. ഇത് സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. 2023 സീസണിന് ശേഷം അന്നത്തെ ഗുജറാത്ത് ടൈറ്റൻസ് നായകനായ ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ ട്രേഡ് വിൻഡോയിൽ പഴയ തട്ടകത്തിലേക്ക് മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിച്ചതാണ് ലോകം അറിയിച്ച ട്രാൻസ്ഫറായി മാറിയത്. അവിശ്വസനീയമെന്ന് ഏവരും കരുതിയ കൂടുമാറ്റം നടന്നതോടുകൂടി ട്രേഡ് വിൻഡോ ആക്റ്റീവാക്കാൻ പല ടീമുകളും തയ്യാറെടുത്തു കഴിഞ്ഞു. ഹാർദിക് പാണ്ഡ്യയുടെ ട്രാൻസ്ഫർ ആദ്യം റിപ്പോർട്ട് ചെയ്ത ആൾ തന്നെയാണ് ഇപ്പോൾ സഞ്ജുവിൻ്റെ ട്രാൻസ്ഫറെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കൂടുമാറ്റം സംഭവിക്കാനുള്ള സാധ്യതകളും ഏറെയാണെന്നാണ് പറയപ്പെടുന്നത്. സഞ്ജുവിന് CSK തീർച്ചയായും ടീമിലെത്തിക്കുമെന്നും അടുത്ത മിനി താരലേലത്തിന് മുമ്പ് അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പലരും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ട്രേഡ് വിൻഡോയിൽ സഞ്ജു സാംസണെ വിട്ടുകൊടുക്കണമെങ്കിൽ പകരം 23 കോടി രൂപ ചെന്നൈക്ക് ഉണ്ടാക്കേണ്ടി വരും. വെറ്ററൻ ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ ജഡേജയെ ചിലപ്പോൾ റോയൽസ് ജഡേജ ചോദിക്കാനുള്ള സാധ്യതകളുമുണ്ട്. രാജസ്ഥാൻ റോയൽസിന്റെ താരമായിരുന്നു ജഡേജ. എന്നാൽ സഞ്ജുവിന് പകരം റോയൽസിന്റെ ഡിമാൻഡ് ചെന്നൈ അംഗീകരിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കാരണം വർഷങ്ങളായി ടീമിന്റെ നെടുന്തൂണാണ് ജഡേജ. സീസണിൽ ഭേദപ്പെട്ട പ്രകടനങ്ങൾ എപ്പോഴും ജഡേജ പുറത്തെടുക്കാറുണ്ട്. എന്നാൽ ജഡേജയ്ക്ക് പകരം ഇന്ത്യൻ ഓൾറൗണ്ടർ അശ്വിനെ ചിലപ്പോൾ വിട്ടുകൊടുത്തേക്കാനുള്ള സാധ്യതകളുമുണ്ട്. കഴിഞ്ഞ 3 സീസണുകളിലും റോയൽസിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. പല മികച്ച പ്രകടനങ്ങളും അശ്വിൻ കാഴ്ചവെക്കുകയും ചെയ്തു. അതുകൊണ്ട് ജഡേജയ്ക്ക് പകരം അശ്വിൻ കൂടുമാറാനും സാധ്യതകളുണ്ട്. ഈ സീസണിൽ പുതിയ കോച്ചായി ദ്രാവിഡ് വന്നിട്ടും കാര്യമായ നേട്ടങ്ങളൊന്നും രാജസ്ഥാൻ ഉണ്ടായില്ല. വൈഭവ് സൂര്യവംശിയാണ് ഈ സീസണിലെ റോയൽസിന്റെ ഏറ്റവും മികച്ച നേട്ടമായി കണക്കാക്കുന്നത്. സഞ്ജു സാംസൺ അടക്കം പരാജയപ്പെട്ട സീസണിലാണ് ഏറ്റവും മികച്ച യുവതാരമായി വൈഭവ് സൂര്യവംശി മാറിയത്.